അതെ, സിറ്റിയിലൊരു പെട്രോൾ പമ്പ്, പിന്നെ ഈ വീടിരിക്കുന്ന 1 ഏക്കർ സ്ഥലം. മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പൊ പറയാൻ പറ്റത്തില്ല. 1-2 പാർട്ടികൾ ടോക്കൺ ചെയ്തിട്ടുണ്ട്. അതെ, ശരി. പത്രത്തിലെ പരസ്യത്തിന് നല്ല റെസ്പോൺസ് കേട്ടോ. എത്രയും പെട്ടെന്ന് വിൽപ്പന നടത്തണം. പിന്നെ ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം താൻ വളരെയധികം സൂക്ഷിക്കണം. താരയാണ് ഇപ്പൊ താൻ. എല്ലാ കാര്യത്തിലും താരയെ പോലെ പെരുമാറുകയും വേണം. ഈ താര എന്ന കക്ഷി എങ്ങനെയൊക്കെയാ ബിഹേവ് ചെയ്യാറ്? താര വളരെ സൈലന്റ്, ഒതുങ്ങി നടത്തം, പെരുമാറ്റം. സംഗീതവും നൃത്തവും വലിയ ഇഷ്ടമായിരുന്നു. നന്നായിട്ട് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യും, ചിത്രവും വരയ്ക്കും. ഹൗ നൈസ്. കേട്ടിട്ട് എന്നെ ഇഷ്ടം തോന്നുന്നു. ശരിക്കും റോണി നഷ്ടപ്പെടുത്തിയത് നല്ലൊരാളെയാ. താരെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഈ സ്വത്തുക്കളൊക്കെ നേരായ വിധത്തിൽ റോണിക്ക് കിട്ടുമായിരുന്നല്ലോ. പോരാത്തതിന് നല്ലൊരു ഭാര്യയും. താരയുടെ ഗുണങ്ങളും നന്മയൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ താരയെ കുറിച്ച് ആലോചിക്കുമ്പോഴാ അതൊക്കെ മനസ്സിലേക്ക് വരുന്നത്. എന്തായാലും താര കൈവിട്ടു പോയത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഞാനങ്ങനെ കരുതുന്നില്ല. ആർക്കൊപ്പമാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നൊക്കെ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്കൊപ്പം ജീവിക്കേണ്ടത് താനാ. എനിക്കത് മതി. അപ്പൊ പറഞ്ഞതൊന്നും മറക്കണ്ട. പ്രോപ്പർട്ടി വാങ്ങാൻ വരുന്നവരുടെ മുമ്പിൽ താൻ താരയാണ്. ശരി. ജാനറ്റിനെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. ശരി മാഡം. എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായാൽ അതിന് ശ്രമിക്കുന്നവരെയും കസ്റ്റഡിയിൽ എടുത്തോളൂ. ശരി മാഡം. വളരെ രഹസ്യമായി വേണം മൂവ്മെന്റ്സ്. ലോക്കൽ പോലീസിന് പോലും ഇക്കാര്യത്തിൽ ഒരു ഇൻഫർമേഷനും കൊടുക്കണ്ട. ശരി ശരി. ഹലോ സർ, ഇന്ന് തന്നെ ജാനറ്റിനെ അറസ്റ്റ് ചെയ്യും. അതെ, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, വേറെ ആരെ ഇൻഫോം ചെയ്തിട്ടില്ല. ശരി സർ. ഓക്കെ സർ. ഇനിയും എനിക്ക് സഹായിക്കാൻ കഴിയില്ല ജാനറ്റ്.